വെൽക്കം സ്റ്റുഡൻസ്. നമുക്കിന്ന് ആദ്യം പഠിക്കാനുള്ളത് ഗ്രീനിച്ച് ടൈം ആൻഡ് ടൈം സോൺസ്. അതായത് ഗ്രീനിച്ച് സമയവും സമയ മേഖലയും GMT എന്ന് കൊടുത്തിരിക്കുന്നു. ദ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഗ്രീൻവിച്ച് മെറിഡിയൻ. അതായത് 0 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മൾ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, 0 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മൾ ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിങ്ങനെ ഒരു 0 ഡിഗ്രി കണ്ടായിരുന്നു അല്ലേ. നമ്മൾ എന്നിട്ട് അവിടെ പഠിച്ച് നമ്മൾ വെസ്റ്റിലേക്ക് പോകുന്നതോറും ഓരോ 15 ഡിഗ്രിയിലും ഓരോ മണിക്കൂർ കുറയുകയും ഈസ്റ്റിലേക്ക് പോകുന്നതോറും ഓരോ മണിക്കൂർ കൂടുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവണം. ഇനി നമ്മൾ ഇന്ന് ഫസ്റ്റ് പറഞ്ഞത് ദ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഗ്രീനിച്ച് മെറിഡിയൻ. വാട്ട് ഈസ് ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് എക്സാമിന് ചോദിക്കും. അപ്പോൾ 0 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മൾ ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത്. ഇറ്റ് അക്വയർസ് ഇറ്റ്സ് നെയിം ഫ്രം ഗ്രീൻവിച്ച്, ദ പ്ലേസ് വെർ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി ഈസ് സിറ്റുവേറ്റഡ് ആൻഡ് ത്രൂ വിച്ച് ദിസ് ലൈൻ പാസസ്. അതായത് ബ്രിട്ടനിലെ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി സിറ്റുവേറ്റ് ചെയ്തിരുന്ന സ്ഥലത്തൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞ പേര് വന്നത്. ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി ഉള്ളത്. അവിടെ കൂടിയാണ് ഈ ലൈൻ പാസ് ചെയ്യുന്നത്. സാങ്കല്പിക രേഖ, സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ദിസ് ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ബേസ്ഡ് ഓൺ ഗ്രീൻവിച്ച് ലൈൻ. അപ്പോൾ ഈ ലോകത്തെമ്പാടും ഈ ഗ്രീൻവിച്ച് ലൈനിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹെൻസ് ദിസ് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് പ്രൈം മെറിഡിയൻ. അങ്ങനെ ലോകത്തെമ്പാടും ഇത് നോക്കിയിട്ടാണ് സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ പ്രൈം മെറിഡിയൻ എന്നും പറയുന്നു. അപ്പം നമ്മൾ പറഞ്ഞു 0 ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിനെ പ്രൈം മെറിഡിയൻ എന്നും പറയുന്നു. ദ ലോക്കൽ ടൈം അറ്റ് ദ പ്രൈം മെറിഡിയൻ ഈസ് നോൺ ആസ് ഗ്രീൻവിച്ച് മീൻ ടൈം. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശികമായിട്ടുള്ള ടൈമിനെ നമ്മൾ ഗ്രീനിച്ച് സമയമെന്ന് പറയുന്നു. ഇനി based on the Greenwich meridian, the world is divided into 24 zones, each with a time difference of 1 hour. These are known as time zones. അപ്പം ഗ്രീനിച്ച് മെറിഡിയനെ അടിസ്ഥാനമാക്കി, അതായത് 1 മണിക്കൂർ വീതം സമയം വ്യത്യാസമുള്ള 24 മേഖലകളായി ലോകത്തെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സമയമേഖലകളെന്ന് പറയുന്നത്. വാട്ട് ഈസ് നോൺ ആസ് ടൈം സോൺ, വാട്ട് ഈസ് നോൺ ആസ് ഗ്രീനിച്ച് മെറിഡിയൻ, വാട്ട് ഈസ് നോൺ ആസ് പ്രൈം മെറിഡിയൻ. അതിൻ്റെയൊക്കെ ആൻസർ ഈ പാരഗ്രാഫിൽ ഉണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം. ദ ലോക്കൽ ടൈം വുഡ് ബി ഡിഫറൻറ്റ് അറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡ്. അതായത് ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ദ ലോക്കൽ ടൈം വിൽ ബി ഡിഫറൻറ്റ് അറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡ്. ഇഫ് വി സ്റ്റാർട്ട് കാൽക്കുലേറ്റിംഗ് ദ ലോക്കൽ ടൈം അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ബേസ്ഡ് ഓൺ ദ ലോഞ്ചിറ്റ്യൂഡ്, ഇറ്റ് വുഡ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇഫ് വി സ്റ്റാർട്ട് കാൽക്കുലേറ്റിംഗ് ദ ലോക്കൽ ടൈം അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ബേസ്ഡ് ഓൺ ദ ലോഞ്ചിറ്റ്യൂഡിനെ അടിസ്ഥാനമാക്കി നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ ഒരുപാട് കൺഫ്യൂഷൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ടു സോൾവ് ദിസ്, ദ ലോക്കൽ ടൈം അറ്റ് ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ ദ മിഡിൽ ഓഫ് എ കൺട്രി ഈസ് സെലക്റ്റഡ് ആസ് ദി കോമൺ ടൈം ഫോർ ദി ഹോൾ കൺട്രി. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ പൊതുസമയമായിട്ട് കണക്കാക്കുന്നു. ടു സോൾവ് ദിസ്, ദ ലോക്കൽ ടൈം അറ്റ് ദി ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ ദ മിഡിൽ ഓഫ് a country is selected as the common time for the whole country. Each country in the world considers the longitude that passes almost through its middle as a standard meridian. എല്ലാ രാജ്യങ്ങളും, ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ രാജ്യത്തിൻ്റെ ഏകദേശം കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന ഒരു
ഡിഗ്രിയാണ്, ആ ലോഞ്ചിറ്റ്യൂഡിനെയാണ് സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് കണക്കാക്കുന്നത്. ദ കൺട്രീസ് വിത്ത് ലാർജ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് എസ്റ്റിമേറ്റ്സ് മോർ ദാൻ വൺ ലോക്കൽ ടൈം ബൈ കൺസിഡറിങ് മോർ ദാൻ വൺ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഇനി ഒരുപാട് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് ഉള്ള രാജ്യങ്ങൾ, അതായത് റഷ്യ പോലുള്ള രാജ്യങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കൺട്രീസ് വിത്ത് ലാർജ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് എസ്റ്റിമേറ്റ്സ് മോർ ദാൻ വൺ ലോക്കൽ ടൈം, അവർക്ക് ഒന്നിലധികം പ്രാദേശിക സമയം കാണും, ബൈ കൺസിഡറിങ് മോർ ദാൻ വൺ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയനെ കണക്കൂട്ടാതെ ഒരുപാട് ലോക്കൽ ടൈംസ് അവർ കാൽക്കുലേറ്റ് ചെയ്യും. ദി ലോക്കൽ ടൈം അറ്റ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ദാറ്റ് കൺട്രി. അപ്പം മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം എന്ന് പറയുന്നത്. വാട്ട് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് ടൈം ഓഫ് എ കൺട്രി എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആൻസർ നമ്മളിവിടെ നിന്ന് എഴുതണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് നോൺ ആസ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ടൈം. The longitudinal extent of India is from 68 degree east to 97 degree east. അപ്പോൾ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് രേഖാംശ വ്യാപ്തി 68 ഡിഗ്രി ഈസ്റ്റ് ടു 97 ഡിഗ്രി ഈസ്റ്റാണ്. ദ 82.5 degree east longitude which passes almost through the middle of this longitude has been fixed as the standard meridian of India. അപ്പം നമ്മുടെ ഈ രണ്ട് ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഏകദേശം മധ്യമായിട്ട് കടന്നു പോകുന്ന 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ നമ്മുടെ ടൈം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് എടുത്തിരിക്കുന്നത്. ലോക്കൽ ടൈം അലോങ് ദിസ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് ജനറലി കൺസിഡേർഡ് ആസ് ദി സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ. ഈ ലോഞ്ചിറ്റ്യൂഡിൽ വരുന്ന ലോക്കൽ ടൈമിനെയാണ് നമ്മൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയാം. ദിസ് ഇസ് നോൺ ആസ് ദി സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ദി ഇന്ത്യ. ജസ്റ്റ് ഞാനൊന്ന് മാപ്പിലൊന്ന് കാണിക്കാം. നമ്മുടെ വേൾഡ് മാപ്പിൽ ഇത് നമ്മുടെ ഏഷ്യയുടെ ഫിസിക്കൽ മാപ്പാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ഏകദേശം ഒരു 68 ഡിഗ്രി 97 ഡിഗ്രിയുടെ ഒരു ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ലോഞ്ചിറ്റ്യൂഡിൽ എക്സ്റ്റെൻ്റ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏകദേശം മിഡിലായിട്ട് വരുന്ന 82.5 ഡിഗ്രി ആയിരിക്കും നമ്മുടെ എന്തായിട്ട് സ്റ്റാൻഡേർഡ് ടൈമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക. അതായത് ഇവിടെ മുതൽ ഏകദേശം ഇത്രയാണ് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്ത് കൂടി വരുന്ന 82.5 ഡിഗ്രിയാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് എടുക്കുന്നത്. ഒന്നുകൂടെ ക്ലിയറായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ലോഞ്ചിറ്റ്യൂഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 68 ഡിഗ്രി ഈസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 68 എന്നും 60 കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 68 ഈ ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ എക്സ്റ്റെൻഡ് ഇവിടം മുതൽ ഇവിടം വരെ എക്സ്റ്റെൻഡ് ഏകദേശം 97, ഏകദേശം ഇവിടം വരെ 97. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത്രയും ലോഞ്ചിറ്റ്യൂഡിൽ എക്സ്റ്റെൻഡ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിലൊരു 82.5 ഡിഗ്രി ആ ഭാഗത്തൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് ആക്ടിവിറ്റിയാണ്. കാൽക്കുലേറ്റ് ദ ടൈം അറ്റ് ഈച്ച് 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദി ഗ്രീൻവിച്ച് ലൈൻ അപ് ടു 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഗ്രീൻവിച്ചിൻ്റെ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് ഈസ്റ്റും വെസ്റ്റുമായിട്ടുള്ള 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തൊരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഫില്ല് ചെയ്യാം. നോക്കാം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന്. ടൈം അറ്റ് ഗ്രീൻവിച്ചിലെ സമയം എന്ന് പറയുന്നത് 10 AM ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻവിച്ചിലെ സമയം രാവിലെ 10 മണി. നമ്മൾ ആ 0 പ്രൈം മെറിഡിയൻ 0 അതിൽ 10 മണി രാവിലെ. അപ്പോൾ ഗ്രീൻവിച്ചിൻ്റെ വെസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കിനും 15 ഡിഗ്രി ആകുമ്പോഴത്തേക്കിനും വെള്ളിയാഴ്ച 15 ഡിഗ്രി ആകുമ്പോഴത്തേക്കിനും വെസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിച്ചു ഓരോ മണിക്കൂർ കുറയും. അപ്പം വെസ്റ്റിലേക്ക് പോകുമ്പോൾ ഫ്രൈഡേ
9 AM, 8 AM, 30 ഡിഗ്രി ആകുമ്പോഴത്തേക്കിനും 8 AM ആയി, 45 ആകുമ്പോഴത്തേക്കിനും 7, 60 ഡിഗ്രി ആകുമ്പോൾ 6, 75 ഡിഗ്രി ആകുമ്പോൾ 5, പിന്നെ 90 ഡിഗ്രി ആകുമ്പോൾ 4 ആയി, 105 ഡിഗ്രി ആകുമ്പോൾ 3 ആയി, 120 ഡിഗ്രി ആകുമ്പോൾ 2 മണിയായി, 135 ഡിഗ്രി ആകുമ്പോൾ 1 മണിയായി, 150 ഡിഗ്രി ആകുമ്പം 12 മണിയായി. പിന്നെ ഇനി 165 ആകുമ്പോഴത്തേക്കിനും 12 മണിക്ക് ശേഷം പിന്നെ ഇവിടെ വരുന്നത് വെള്ളിയാഴ്ചയല്ല, വ്യാഴാഴ്ച 11 മണിയാണ്. ഒരു ദിവസം ബാക്കിലേക്ക് പോയി, ബാക്കിലോട്ടാണ് പോകുന്നത്, ഓരോ മണിക്കൂർ പുറകോട്ടാണ് പോകുന്നത്. ഒരു ദിവസമല്ല, ഓരോ മണിക്കൂർ ബാക്കിലേക്കാണ് പോകുന്നത്, വെസ്റ്റിലേക്ക് പോകുന്തോറും. അത് കഴിഞ്ഞ് പിന്നെ വ്യാഴാഴ്ച 10 മണിയായി. ഇവിടെ വ്യാഴാഴ്ച 11 മണി, ഇവിടെ വ്യാഴാഴ്ച 10 മണി. ഇനി നമുക്ക് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഓരോ മണിക്കൂർ കൂടുമെന്നാണ് പഠിച്ചത്. അപ്പോൾ 15 ഡിഗ്രിയിൽ 11 മണി, 30-ൽ 12, 45-ൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അങ്ങനെ ഫ്രൈഡേ. അങ്ങനെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പം മനസ്സിലായില്ലേ? ഈ രീതിയിൽ വരുമ്പം ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റിയാണ്, ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഒരു ടെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. കാൽക്കുലേറ്റ് ദ ടൈം അറ്റ് ഈച്ച് 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദി ഗ്രീൻവിച്ച് ലൈൻ അപ്പ് ടു 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഈസിയാണ്. നമ്മൾ നേരത്തെ പഠിച്ച ക്ലാസ്സൊക്കെ കേട്ടിരുന്നവർക്ക് ഈസിയായിട്ട് മനസ്സിലാകും. ടൈം അറ്റ് ഗ്രീൻവിച്ച് ഫ്രൈഡേ 10 AM ഇവിടെ കൊടുത്തിരിക്കുന്നു. ടുവേർഡ്സ് ദി വെസ്റ്റ് ഓഫ് ദി ഗ്രീൻവിച്ചിൻ്റെ വെസ്റ്റിലേക്ക് പോകുമ്പോൾ ഉള്ള ടൈം എങ്ങനെയായിരിക്കും? ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു മിനിറ്റ് ഒന്ന് തനിയെ ഒന്ന് അസസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ ടൈം മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ടുവേർഡ്സ് ദ വെസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? വെസ്റ്റിലേക്ക് പോകും തോറും നമ്മൾ യാത്ര ചെയ്യുന്ന വെസ്റ്റിലേക്കാണെങ്കിൽ നമ്മൾക്ക് ഓരോ മണിക്കൂർ കുറഞ്ഞിട്ടാണ് കിട്ടുന്നത്, കുറവായിരിക്കും എന്നോട് പറഞ്ഞു. ഈസ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഓരോ മണിക്കൂർ കൂടുതലായിരിക്കും കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം, ഗ്രീൻവിച്ചിൻ്റെ വെസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം പോകുമ്പോൾ എങ്ങനെയായിരിക്കും? ലോഞ്ചിറ്റ്യൂഡ് 15 ഡിഗ്രി ആണെങ്കിൽ രാവിലെ ഫ്രൈഡേ 9 AM ആണ്. അത് തന്നെ 30 ഡിഗ്രിയിലെത്തുമ്പം 8 മണിയാവും അല്ലേ? 45 ഡിഗ്രിയിലെത്തുമ്പോൾ എത്രയാവും? 7. 60-ലെത്തുമ്പം 6, 5, 4, 3, 2, പിന്നെ 1, 150-ലെത്തുമ്പോഴത്തേക്കിനും അത് 12 അപ്പോഴൊക്കെ നമുക്കത് വെള്ളിയാഴ്ച തന്നെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ 165-ലെത്തുമ്പോഴത്തേക്കിനും നമ്മൾ വെസ്റ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടിട്ട് അതെന്താവും? അത് 165-ൽ സാറ്റർഡേ 11 ആവും. സാറ്റർഡേ 11 ആവും, രാത്രി 11 ആയിരിക്കും ടൈം. പിന്നെ 180-ലെത്തുമ്പോഴത്തേക്കിനും അത് നമുക്ക് 10 മണിയാവും. ഓക്കെ, അപ്പോൾ വെസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്കങ്ങനെ സമയം കുറഞ്ഞ് പോകും. ഇനി നമ്മൾ ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിലോ നമുക്ക് ടൈം കൂടിയാണ് വരുന്നത് അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നോക്കുക, രാവിലെ ഫ്രൈഡേ 11 മണി, പിന്നെ ഫ്രൈഡേ 30 ഡിഗ്രിയിലത്തെ 11 മണി എന്ന് പറയുന്നത് 15 ഡിഗ്രിയിലാണ്. 30 ഡിഗ്രിയിൽ നമുക്ക് 12 മണിയായി. പിന്നെ 45 ഡിഗ്രിയിൽ നമുക്ക് 7 മണിയാവും. 60-ൽ 6, 75-ൽ 5, 90-ൽ 4, 165-ൽ 3, പിന്നെ 120-ൽ എത്രയാണ്? 2, 135-ൽ 1, 150-ൽ 12, 165-ൽ 11, 180-ൽ 10. അങ്ങനെയായിരിക്കും നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇവിടെ 11 AM ആണ് രാവിലെ, ഇത് 12 noon, പിന്നെ ഇത് കാണിക്കും, പിന്നെ വൈകുന്നേരം സമയമാണ് 12, പിന്നെ 1, 2, 3, 4, 5, 6. ഓക്കെ,
You might have noticed that there is a difference of 24 hours at 180 degree longitude to the east and west of the Greenwich. അപ്പം നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്. You have noticed that there is a difference of 24 hours at 180 degree longitude to east and west. ഗ്രീനിച്ചിൻ്റെ ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും നമുക്ക് 24 മണിക്കൂറിൻ്റെ വ്യതിയാനമാണ്, ഡിഫറൻസാണ് അവിടെ കാണിക്കുന്നത്, വ്യത്യാസമാണ് കാണിക്കുന്നത്. ദി പ്ലേസ് എ മാർക്ക്ഡ് ഇൻ ദ ഫിഗർ ഗീവൺ ഈസ് ലൊക്കേറ്റഡ് അറ്റ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ എ എന്ന് പറയുന്ന സ്ഥലം ഈ പിക്ചറിൽ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലാണ് അടയാളപ്പെടുത്തി ഇരിക്കുന്നത്. നോക്കുക, ഇവിടെ എ എന്ന് പറയുന്ന സ്ഥലം. വിച്ച് ഡേ വുഡ് ബി ഫോർ ദോസ് റിസൈഡിങ് അറ്റ് പ്ലേസ് എ ഇൻ ഫിഗർ 1.10. അപ്പോൾ ഫിഗർ 1.10 താമസിക്കുന്നവർക്ക് ആ 180 ഡിഗ്രിയിൽ എന്തായിരിക്കും സമയം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ സൈബീരിയ കാണിച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് അലാസ്ക കാണിച്ചിട്ടുണ്ട്, ഇവിടെ എയിലെ പോയിന്റിൽ സമയമാണ് ചോദിക്കുന്നത്. നോക്കുക, ഇഫ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പാസസ് ത്രൂ എ കൺട്രി, ദ പ്ലേസസ് സിറ്റുവേറ്റഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദിസ് ലൈൻ വിൽ ബി ഹാവിങ് 2 ഡിഫറെൻറ്റ് ഡേയ്സ്. അപ്പം 180 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഈസ്റ്റിലും വെസ്റ്റിലും കിടക്കുന്ന സ്ഥലങ്ങളിൽ 2 വ്യത്യസ്ത സമയങ്ങളായിരിക്കും അനുഭവപ്പെടുക. തിങ്ക് അബൌട്ട് ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് കോസ്ഡ് ബൈ ദിസ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ വെസ്റ്റിലും ഈസ്റ്റിലും കിടക്കുന്നവർക്ക് വ്യത്യസ്ത സമയമായിരിക്കുന്നതുകൊണ്ട് അതിൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി അവിടെ ഉണ്ടാകും, പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് അവിടെ നടത്തുന്നു. എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് നോക്കാം. ടു അവോയ്ഡ് ദിസ് സർട്ടൻ നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഹാവ് ബീൻ എഫക്റ്റഡ് ഇൻ ദിസ് ലൈൻ വിത്ത് ദ റിസൾട്ട് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് പാസ് ത്രൂ ദ കറസ്പോണ്ടിങ് ലാൻഡ് ഏരിയാസ്. അപ്പോൾ ലാൻഡ് ഏരിയയിൽ കൂടി അത് ടച്ച് ചെയ്ത് പോകാത്ത രീതിയിലുള്ള ലൈൻസ് വരച്ചിട്ട് ആണ് ആ പ്രശ്നം അവിടെ പരിഹരിക്കുന്നത്. നോട്ട് ദ ലോഞ്ചിറ്റ്യൂഡ് മാർക്ക്ഡ് വിത്ത് ബ്രോക്കൺ ലൈൻസ്. അപ്പോൾ ബ്രോക്കൺ ലൈൻസിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രോക്കൺ ലൈൻസിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. The lines in such a way that it passes through Bering Strait in Pacific Ocean and avoids some of the inhabited islands. അപ്പം ചില ആൾതാമസമുള്ള ഏരിയാസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട്, ഐലൻഡുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കരഭാഗത്തു കൂടെ അല്ലാതെ നമ്മുടെ പസഫിക് ഓഷ്യൻ്റെ ഭാഗത്തുള്ള അവിടെ ഈ സമുദ്രത്തിലൂടെയാണ് ഈ ലൈൻസ് മുറിച്ചിരിക്കുന്നത്. സമുദ്രത്തിലൂടെയാണ് ഈ ലൈൻ മുറിച്ചിരിക്കുന്നത്. The travelers who cross this line from west calculate the time by advancing it by 1 day. അപ്പോൾ വെസ്റ്റിലോട്ടാണ് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരു ദിവസം അഡ്വാൻസ് ചെയ്തെടുക്കുകയും ഒരു ദിവസം മുൻപോട്ട് അവർക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ആൻഡ് ദോസ് ക്രോസ് ഫ്രം ദി ലൈൻ ഫ്രം ദി വെസ്റ്റ് ഡിഡക്റ്റ് 1 day. ആൻഡ് ദോസ് ക്രോസ് ദി ലൈൻ ഫ്രം ദി വെസ്റ്റ്. അപ്പോൾ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് പോകുന്നവർ ഒരു ഡേ ഡിഡക്റ്റ് ചെയ്തും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ കൊടുത്തിട്ടുണ്ട് 10 PM ഫ്രൈഡേ. ഇവിടെ അപ്പുറത്ത് നോക്കുക, തേഴ്സ്ഡേ. ഇവിടെ തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ഇതുവഴി പെട്ടെന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ അവർ അഡ്വാൻസ് ചെയ്തു, ഒരു ദിവസം ഫ്രൈഡേ ആയി. ഇപ്പം വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അവർക്ക് അടുത്ത ഒരു ദിവസം കിട്ടുകയാണ്. തേഴ്സ്ഡേ കഴിഞ്ഞ് വീണ്ടും അവർക്ക് ഫ്രൈഡേ കിട്ടുകയാണ്. അങ്ങനെ കണക്കാക്കുന്നു. The travelers who cross the line from the west calculate the time by advancing it by 1 day, and those who cross the line from the west deduct 1 day. This imaginary line is known as International Date Line. എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ? വാട്ട് ഈസ് നോൺ ആസ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അതിൽ ചോദ്യം വരുന്നത്. ഇവിടെ ഒരു അറ്റ്ലസിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കാണാനായിട്ട് സാധിക്കും. അറ്റ്ലസൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ പരിശോധിക്കാം. അറ്റ്ലസൊക്കെ കിട്ടുമ്പോൾ നമ്മളിതൊക്കെ നോക്കി വെക്കുക. ഇതൊക്കെ നേരത്തെ ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ചപ്പോഴത്തേക്കിനൊക്കെ ഉള്ളതാണ്. നോക്കുക, 180 ഡിഗ്രി അതിന് നമ്മൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നു. കണ്ടോ, അത് മൺഡേ, ജൂലൈ 4 മൺഡേ. ഇങ്ങോട്ട് പോകുന്ന ആൾക്ക്
ഇത് ഇവിടെ സൺഡേ കഴിഞ്ഞ് പെട്ടെന്ന് അയാൾക്ക് മൺഡേ ആയി. അതല്ല അയാൾ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ആ മൺഡേ പ്രോഫിറ്റാണ്. മൺഡേ കഴിഞ്ഞ് അയാൾക്ക് എഗെയിൻ സൺഡേ കിട്ടുകയാണ്, ജൂലൈ 3rd. അപ്പോൾ ഇതാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ പ്രത്യേകത. നമുക്ക് ഇവിടെ മിഡ് നൈറ്റ് കൊടുത്തിരിക്കുന്നു, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ മിഡ് നൈറ്റ്. ദ എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ടു ദി ഈസ്റ്റ്. പിന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ 82.5 ഡിഗ്രി പറഞ്ഞ ആ ഒരു ഇതിവിടെ കാണിക്കുന്നുണ്ട്. ഇന്ത്യ അത് ഗ്രീനിച്ചിൽ നിന്നും അതായത് 12 മണി ഗ്രീനിച്ചിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ടൈം വ്യത്യാസം. ഓരോ 15 ഡിഗ്രി ഇവിടെ 12 മണിയാണെങ്കിൽ ഓരോ 15 ഡിഗ്രി കൂടുന്തോറും ഓരോ മണിക്കൂർ കൂടുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ഇവിടെ അത് പാസ് ചെയ്ത് ഇവിടെ വരുമ്പം 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി. പിന്നെ നമ്മൾ ഈ റെഡ് ലൈൻ കണ്ട അത് ഹാഫാണ്, 5:30. നമ്മുടെ ഗ്രീനിച്ച് മെറിഡിയനിൽ നിന്നും ഇന്ത്യ വരെയുള്ള ടൈമെന്ന് പറയുന്നത് 5:30 മണിക്കൂർ വ്യത്യാസമുണ്ടെന്ന്. മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ മാപ്പിൽ അറ്റ്ലസിൽ കണ്ടതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ഇന്ത്യ വെൻ ഇറ്റ് ഈസ് 12 noon അറ്റ് ഗ്രീനിച്ച്? അപ്പോൾ ഗ്രീനിച്ചിൽ 12 മണി, ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോഴത്തേക്കിനും ഇന്ത്യയിലെ സമയം എത്രയായിരിക്കുമെന്ന് ഇവിടെ 0 കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കാം. Let us see how the time of India is calculated. The longitudinal difference between India and Greenwich എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ച 82.5 ഡിഗ്രി. The time difference for 15 ഡിഗ്രി, അതെ ഓരോ ലോഞ്ചിറ്റ്യൂഡിനും നമ്മൾ കണക്കാക്കുന്ന എത്രയാണ് വ്യത്യാസം? ടൈം ഡിഫറൻസ് 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് 1 മണിക്കൂറാണ്. ദ ടൈം ഡിഫറൻസ് ഫോർ 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5.5 hours. അവിടെ നിന്നും ഗ്രീനിച്ചിൽ നിന്നും ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ വരെ നോക്കുമ്പോൾ 5.5 hours is equal to 5 hours 30 minutes. As India is located to the east of the Greenwich. അപ്പോൾ ഗ്രീനിച്ചിൽ നിന്നും ഈസ്റ്റിലേക്ക് ആയതുകൊണ്ട് the time in India will be 5:30 minutes ahead of the Greenwich Meridian. ഗ്രീനിച്ച് മെറിഡിയനെക്കാട്ടിലും 5.5 മണിക്കൂർ കൂടുതലായിരിക്കും. Therefore, the time at India is equal to time at Greenwich plus time difference. ഗ്രീനിച്ചിലെ സമയം പ്ലസ് സമയവ്യത്യാസം. ഗ്രീനിച്ച് സമയം എന്ന് വെച്ചാൽ 12 noon ആണ്. സമയവ്യത്യാസം എന്ന് പറയുന്നത് 5.5 hours ആണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് 5:30 PM. അതുപോലെ നിങ്ങൾ ടെക്സ്റ്റിൽ വേറെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ജപ്പാൻ വെൻ ഇറ്റ് ഈസ് 11 PM മൺഡേ ഇൻ ഇന്ത്യ? 11 PM ഓൺ മൺഡേ ഇൻ ഇന്ത്യ. അപ്പോൾ അവിടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ 82.5 ഡിഗ്രി, ജപ്പാൻ്റെ 135 ഡിഗ്രി ഈസ്റ്റ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 135 നിന്നും 135 മൈനസ്, അതായത് ജപ്പാൻ്റെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ മൈനസ് 82.5 ഡിഗ്രി is equal to 52.5 ഡിഗ്രി. ദ ടൈം ഡിഫറൻസ് ഓഫ് 1 ലോഞ്ചിറ്റ്യൂഡ് ടൈം ഡിഫറൻസ് പറയുന്നത് 4 മിനിറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ 4 മിനിറ്റാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ദ ടൈം ഡിഫറൻസ് ഓഫ് 52 ഡിഗ്രി ഹാഫ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 52.5 ഇൻറ്റു 4, 52.5 ഇൻറ്റു 4. അപ്പോൾ ഇവിടെ നമ്മൾ ടൈം ഡിഫറൻസ് കണ്ടതാണ്. അതിൽ നിന്നും ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 210 മിനിറ്റ്. ടൈം എന്ന് പറയുന്നത് 3 hours 30 minutes. As Japan is situated at the east of India, the time of the Japan will be 3 hours and 30 minutes ahead of that time in India. അപ്പോൾ ജപ്പാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദ ടൈം ഇൻ ജപ്പാൻ വിൽ ബി 3 and 30
മിനിറ്റ്സ് അഹെഡ് ഓഫ് ടൈം ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യനെക്കാട്ടിലും ഈസ്റ്റിലേക്ക് ആയതുകൊണ്ട് 3 മണിക്കൂറും 30 മിനിറ്റും മുന്നിലായിരിക്കും. വെൻ ഇറ്റ് ഈസ് 11 PM ഓൺ മൺഡേ ഇൻ ഇന്ത്യ, ദ ടൈം ഇൻ ജപ്പാൻ ഈസ് ഈക്വൽ ടു 11 PM പ്ലസ് 3 hours 30 minutes ഈസ് ഈക്വൽ ടു 2:30 AM ട്യൂസ്ഡേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഏകദേശ രൂപം ഇപ്പോൾ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കണ്ടാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇതിന് മുമ്പ് ടീച്ചർ എടുത്ത ക്ലാസ്സും ഈ ക്ലാസ്സും കൂടി നോക്കുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പം നമ്മുടെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. താങ്ക് യു ഫോർ ലിസണിങ്.